എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മാർച്ച് മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം തിങ്കളാഴ്ച 24-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ഒരു മാസത്തെ പെൻഷനായിരിക്കും ലഭിക്കുക. അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ അടുത്ത ചൊവ്വാഴ്ച കടമെടുപ്പിന് ശേഷം ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതാണ്. സംസ്ഥാനത്തെ 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ്. എല്ലാ മാസവും 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 20-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ മാസത്തെ പെൻഷൻ ലഭിക്കുന്നത്. ഈ 20-ാം തീയതി അതായത് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. അത് നമുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത മാസത്തെ പെൻഷൻ ലഭിക്കുന്നതാണ്. അടുത്ത മാസം 3200 രൂപയായിരിക്കും എത്തിച്ചേരുക. ഒരു മാസത്തെ കുടിശ്ശികയും വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ചിട്ടുള്ള ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് 3200 രൂപയാണ് ലഭിക്കുന്നത്. ഈ മാസം എന്തായാലും ഒരു മാസത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നുണ്ട്. 16 മാസമായിട്ട് ഇവരുടെ പെൻഷൻ കുടിശ്ശിക മുടങ്ങിക്കിടക്കുകയാണ്. ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബുധനാഴ്ച എത്തി തുടങ്ങിയാൽ നേരത്തെ തന്നെ കയ്യിലും വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഈ സാമ്പത്തിക വർഷം അവസാനമായതിനാൽ തന്നെ അവസാന ദിവസങ്ങളിലെ ബാങ്ക് അവധികളും പെരുന്നാൾ അവധിയുമൊക്കെ ആയിട്ട് ഒരുപാട് ദിവസത്തെ ബാങ്ക് അവധികൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥർ നേരത്തെ ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം നടത്തുന്നത്. ക്ഷേമ പെൻഷൻ 3 മാസത്തെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. സംസ്ഥാനത്ത് 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി KN ബാലഗോപാൽ, KP അനിൽകുമാർ, KC ബാലകൃഷ്ണൻ, KK ശൈലജ മുതലായവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു നിയമസഭയിൽ. 2024-25 ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ഏപ്രിൽ മാസം മുതൽ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക ക്ഷേമ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 സാമ്പത്തിക വർഷത്തിൽ 3 ഘട്ടങ്ങളും വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ മുടങ്ങിയ ഗഡുകളെല്ലാം ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്നതാണ്. 15-ാം നിയമസഭയുടെ 11-ാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ചട്ടം 300 പ്രകാരം ഇത് പ്രസ്താവിക്കുകയുണ്ടായി. ഓണത്തോടനുബന്ധിച്ച് 2024 സെപ്റ്റംബർ മാസത്തിലും 2025 ജനുവരി മാസത്തിലും ഓരോ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിച്ചതിനോടൊപ്പം ഓരോ ഗഡു കുടിശ്ശികൾ കൂടി അനുവദിക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിലവിലെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.